ഒരു പുതിയ പരിഷ്കാരത്തിലേക്ക് വരികയാണ്. KSRTC യാത്രക്കാർക്ക് വേണ്ടി KSRTCയും ചിക്കിംഗ് കമ്പനിയുമായിട്ട് ചേർന്നിട്ട് ഫുഡ് ബസ്സിൻ്റെ ഉള്ളിൽ സെർവ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയാണ്. അത് ആദ്യഘട്ടത്തിൽ 5 ബസ്സുകളിൽ നിലവിൽ വരും. KSRTCയിലെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഈ എല്ലാ സീറ്റുകളിലും 5 വാഹനങ്ങളിലാണ് ഇപ്പോൾ തുടങ്ങുന്നത്. ബഡ്ജറ്റ് ടൂറിസം വാഹനങ്ങളിലും തുടങ്ങുകയാണ്, ഒരുമിച്ച് തന്നെ തുടങ്ങുകയാണ്. ഇതുപോലെ ഒരു QR കോഡ് എല്ലാ വണ്ടിയിലും ഒട്ടിക്കും. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ യാത്രക്കാരുടെ വാട്സാപ്പിലേക്ക് ഈ പോകുന്ന റൂട്ടിലുള്ള ചിക്കിങ്ങിൻ്റെ എല്ലാ ഔട്ട്ലെറ്റുകളും കാണിക്കും. അപ്പം നിങ്ങൾക്ക് ബസ് പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള സ്ഥലമാണെങ്കിൽ അവിടെ ബസ് പാർക്ക് ചെയ്യും. അതല്ലെങ്കിൽ നിയറസ്റ്റ് നമ്മൾ ആവശ്യപ്പെടുന്ന ബസ് സ്റ്റേഷനിൽ നിങ്ങളുടെ സീറ്റിലേക്ക് യാത്രക്കാരുടെ സീറ്റിലേക്ക് ചിക്കിങ്ങിൻ്റെ നമ്മൾ നൽകുന്ന ഓർഡർ വരും. അതിൻ്റെ ഒരു മിനിമം അതിനകത്ത് ഇത് ഈ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. വെയിറ്റേറിനും ഉണ്ട്, നോൺ വെയിറ്റേറിനും ഉണ്ട്, രണ്ടും ലഭിക്കുന്നതാണ്. അതിന് മറ്റ് ഔട്ട്ലെറ്റുകളിൽ കിട്ടുന്നതിനേക്കാൾ ഏതാണ്ട് 25% ഡിസ്കൗണ്ട് ഉണ്ടാവും KSRTCയിൽ കൊടുക്കുന്നത്. അതുകൂടാതെ ഇതിൻ്റെ ടോട്ടൽ സെയിലിൻ്റെ 5% KSRTCക്ക് കിട്ടും. ഈ കമ്പനി KSRTC തരും. കുറച്ച് ദിവസത്തേക്ക് യാത്രക്കാരെ സഹായിക്കാൻ വേണ്ടി ആദ്യം തുടങ്ങുന്ന 5 ബസ്സുകളാണ് തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന, തിരുവനന്തപുരത്തേക്ക് മൂകാംബികയ്ക്ക് പോകുന്ന ഓൾവോ ബസ്സുകൾ, എയർ കണ്ടീഷൻ ബസ്സുകൾ 5 ബസ്സുകളിലാണ് തുടങ്ങുന്നത്. കൊട്ടാരക്കരയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയിലുണ്ട്. അങ്ങനെ തുടങ്ങിയതിന് ശേഷം വരും ദിവസങ്ങളിൽ നാളെ മുതൽ നമ്മൾ ഒരു പുതിയ സർവീസ് ആരംഭിക്കുന്നുണ്ട്. അത് ടെക്നോ പാർക്കിൽ നിന്ന് ആഴ്ചയിൽ ഒരു ദിവസം തൊടുപുഴ, കണ്ണൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ടെക്നോ പാർക്കിലെ ജീവനക്കാർക്ക് വേണ്ടി ഒരു പ്രത്യേക സർവീസ് ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടാവുള്ളൂ. അവരെ വീക്കെൻഡിൽ അവർക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ, അതുപോലെ തിരിച്ചു വരാനും വേണ്ടിയുള്ള ഒരു സർവീസ്, മൺഡേ തിരിച്ചു വരാനും വേണ്ടിയുള്ള ഒരു സർവീസ് നമ്മൾ നാളെ മുതൽ ആരംഭിക്കുകയാണ്. KSRTCയുടെ CMD നാളെ അത് ഫ്ലാഗ് ഓഫ് ചെയ്യും. ഇന്നിവിടെ വെച്ച് ഇതിൻ്റെ ഉദ്ഘാടനം നിങ്ങളെ മാധ്യമങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ഇത് സീറ്റിൻ്റെ ബാക്കിൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. സീറ്റിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഇത് നമ്മൾ ഈ സ്റ്റിക്കർ ഒട്ടിക്കും. സീറ്റിൻ്റെ ബാക്കിൽ ഈ സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ അവിടെ ഉണ്ടാവും. അത് യാത്രക്കാർക്ക് അവിടെ നിന്ന് സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന വാട്സാപ്പ് നമ്പറിലേക്ക്, ഈ വാട്സാപ്പ് നമ്പർ എക്സ്ക്ലൂസീവ്ലി ഫോർ KSRTC ആണ്, KSRTCക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇതിൻ്റെ ഒരു കൺട്രോൾ സെൻറ്റർ അങ്ങനെയാണ്, ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്, അത് കാണിക്കാം. അങ്ങോട്ട് തിരിച്ചു എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് ഇവിടെ വെച്ചോളൂ. ഇവിടെ വെച്ചിട്ട് കാണത്തക്ക രീതിയിൽ അവർ കാണത്തക്ക കാണിച്ചോളൂ, ഓരോന്നായിട്ട് കാണിച്ചോളൂ.